ഇനി നമുക്ക് ഡിഫറൻഷ്യൽസിൻ്റെ അടുത്തൊരു പ്രോപ്പർട്ടിയിലേക്ക് പോവാം. മാക്സിമ ആൻഡ് മിനിമം. ഒരു ഫംഗ്ഷൻ്റെ മാക്സിമവും മിനിമവും കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഡെറിവേറ്റീവ്സിൻ്റെ ഐഡിയ ഉപയോഗിക്കാം, ഡിഫറൻഷ്യൽസിൻ്റെ ഐഡിയ ഉപയോഗിക്കാം. ആ ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ അടുത്തത് പോകുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ് ഒന്നും വരയ്ക്കാതെ ആ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്, ആ മാക്സിമം വാല്യൂ ഏത് പോയിന്റിലാണ് വരുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, എപ്പോഴാണ് ഒരു ഫംഗ്ഷന് മാക്സിമം ഉണ്ട് എന്ന് പറയുക, അല്ലെങ്കിൽ മിനിമം ഉണ്ട് എന്ന് പറയുക, അല്ലെങ്കിൽ എക്സ്ട്രീം വാല്യൂസ് ഉണ്ട് എന്നൊക്കെ പറയുക. അതാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. അപ്പോൾ നോക്കുക, ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ആൻ ഇൻ്റർവെൽ ഐ എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലിൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു എഫ്. ദെൻ എഫ് ഈസ് സെഡ് ടു ഹാവ് എ മാക്സിമം വാല്യൂ ഇൻ ഐ. ഈ എഫിന് ഐയിൽ ഒരു മാക്സിമം വാല്യൂ ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഇഫ് there exists a point C in I such that f of C greater than f of x for all x belongs to I. അതായത് ഇതിൻ്റെ ഡൊമെയിനിൽ സി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഈ ഫംഗ്ഷന് മാക്സിമം വാല്യൂ ഉണ്ട് എന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് സി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് ആയിരിക്കണം. ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഐ. ഐയിലുള്ള എല്ലാ എക്സുകളും ഏത് എക്സ് കൊടുത്താലും ആ എക്സിൻ്റെ ഇമേജ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സിനേക്കാൾ വലുതായിട്ട് നമുക്കൊരു എഫ് ഓഫ് സി കിട്ടണം. ഇങ്ങനെ കിട്ടുന്ന സീനെയാണ് നമ്മൾ ഈ ഫംഗ്ഷൻ്റെ മാക്സിമം എന്ന് പറയുക. ആ എഫ് ഓഫ് സിയുടെ ആൻസറിനെ ഈ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ മിനിമത്തിൻ്റെ കാര്യം. എഫ് ഈസ് സെഡ് ടു ഹാവ് എ മിനിമം വാല്യൂ ഇൻ ഐ. ഈ എഫിന് ഐയിൽ ഒരു മിനിമം വാല്യൂ ഉണ്ടെന്ന് പറയണമെങ്കിൽ ഇഫ് ദർ എക്സിസ്റ്റ് എ സി ഇൻ ഐ സച്ച് ദാറ്റ് എഫ് ഓഫ് സി ലെസ് ദാൻ എഫ് ഓഫ് എക്സ്. അതായത് ഇപ്പം എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അപ്പോൾ അതിൻ്റെ ഡൊമെയിനിൽ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ സി എന്ന് പറയുന്ന പോയിന്റ് അവിടെയാണ് ഈ ഫംഗ്ഷന് മിനിമം വാല്യൂ വരുന്നത് എന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് സിനേക്കാൾ വലുതായിരിക്കണം എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഐ. അതായത് ഈ ഐയിലുള്ള വേറെ ഏത് എക്സ് എടുത്താലും അതിൻ്റെ ഇമേജുകളൊക്കെ എഫ് ഓഫ് സിയേക്കാൾ വലുതായിരിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ പറയും ഈ എഫ് ഓഫ് സി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മിനിമം വാല്യൂ, അതുപോലെ ഈ സി ആണ് മിനിമം വാല്യൂ പോയിന്റ്. അപ്പോൾ എഫ് ഈസ് മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു സി, അതുപോലെ മിനിമം വാല്യൂ ഈസ് എഫ് ഓഫ് സി എന്ന് പറയാനായിട്ട് പറ്റും. ഇനി അതുപോലെ ഇതിന് രണ്ടിനെയും കൂടെ ചേർത്ത് ഒരുമിച്ച് പറയുകയാണ്, എഫ് ഈസ് സെഡ് ടു ഹാവ് ആൻ എക്സ്ട്രീം വാല്യൂ ഇൻ ഐ ഇഫ് ദർ എക്സിസ്റ്റ് എ പോയിന്റ് സി ഇൻ ഐ സച്ച് ദാറ്റ് എഫ് ഓഫ് സി ഈസ് ഐദർ എ മാക്സിമം വാല്യൂ ഓർ എ മിനിമം വാല്യൂ ഓഫ് എഫ് ഇൻ ഐ. അതായത് ഇപ്പോൾ നമ്മുടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് ഐയിൽ എക്സ്ട്രീം വാല്യൂസ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഒന്നെങ്കിൽ എഫ് ഓഫ് സി എന്ന് പറയുന്ന ഉത്തരം ഒരു മാക്സിമം ആയിരിക്കണം, അല്ലെങ്കിൽ എഫ് ഓഫ് സി എന്ന് പറയുന്നത് ഒരു മിനിമം വാല്യൂ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫംഗ്ഷന് എക്സ്ട്രീം വാല്യൂസ് ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സ്ട്രീം വാല്യൂസ് എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ മാക്സിമം അല്ലെങ്കിൽ മിനിമത്തിനെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Find the maximum and minimum values, if any, of the function f given by f of x equal to x square, where x belongs to R. ഇതാണ് ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ്റെ മാക്സിമോ മിനിമോ വാല്യൂസ് കണ്ടുപിടിക്കുക. ഈ ഫംഗ്ഷൻ്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോഴേ നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് എന്താണെന്ന് ആലോചിച്ച് നോക്ക്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ നമുക്കറിയാം, ഇത് നമുക്ക് ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇതിൻ്റെ ഗ്രാഫ് ഒരു പരാബോളയാണ്, പാസിങ് ത്രൂ ഒറിജിൻ. ഇതാണ് ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ വാല്യൂസ് നോക്കി, ഇതിൻ്റെ ഏറ്റവും മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോഴേ ഇവിടെ
നെഗറ്റീവ് നമ്പേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കൂടി പോയിക്കൊണ്ടിരിക്കണം. അതുപോലെ എക്സ് ഇങ്ങനെ പോസിറ്റീവ് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതനുസരിച്ച് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ മുകളിലേക്ക് ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇൻഫിനിറ്റി ആയിരിക്കും. നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താനായിട്ട് പറ്റില്ല. അതിങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഈ ഫംഗ്ഷന് ഏറ്റവും മിനിമം വാല്യൂ വരുന്നത് ഈ ഒരു പോയിന്റിലാണ്. ഈ ഫംഗ്ഷൻ്റെ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അത് സംഭവിക്കുന്നത് എക്സ് ഈക്വൽ ടു 0 വെച്ചാണ്. അപ്പോൾ നമുക്കിത് ആലോചിച്ചാൽ തന്നെ അറിയാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിൽ 0 തൊട്ട് മുകളിലേക്കുള്ള ഉത്തരങ്ങൾ മാത്രമേ വരൂ. ഇപ്പോൾ എക്സ് ഒരു നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ ഇമേജ് ഇപ്പോൾ -1 ആണെന്ന് വെക്കുക, അതിൻ്റെ ഇമേജ് -1 സ്ക്വയർ പോസിറ്റീവ് 1 ആയി. അതുപോലെ -2 ആണെങ്കിൽ -2 സ്ക്വയർ 4 ആയി. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ ഈ പറയുന്ന 0 ആണ് അറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് തന്നെ പറയാം, ഈ ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ ഈസ് 0. അത് അറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പം ഇതിന് മിനിമം വാല്യൂ ആയിട്ട് വരുന്നത് 0 ആണ്. ആ 0 കിട്ടുന്നത് എക്സ് 0 ആയിരിക്കുമ്പോൾ ആണ്.